പുനർജനി ആയുർവേദ കോളേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് തേയ്മാനം. നമുക്കറിയാം മുട്ടുവേദന, അതേപോലെ നടുവേദന അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മളെല്ലാവരും പറയാറുള്ളതാണ് മുട്ടിന് ഭയങ്കര തേയ്മാനമാണ്, നടുവിന് ഭയങ്കര തേയ്മാനമാണ്, അതുകൊണ്ട് ഡോക്ടർ റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു എന്നൊക്കെ പറയാറുണ്ടല്ലേ. എന്താണ് ഈ തേയ്മാനം എന്ന് പറഞ്ഞാൽ? ശരിക്കും നമ്മുടെ മുട്ടൊക്കെ തേയോ? നടുവ്, മുട്ട് ഇതൊക്കെ ഇങ്ങനെ തേഞ്ഞു പോവാറുണ്ടോ? എന്തിനെയാണ് നമ്മൾ തേയ്മാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് പഠിക്കാം. അതിനെന്തൊക്കെയാണ് മെഡിസിൻ? ആയുർവേദത്തിൽ നമുക്ക് ഓയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ ഈ തേയ്മാനം മാറുമോ? അതേപോലെ ഉള്ളിൽ കഴിക്കാൻ മെഡിസിൻ ഉണ്ടോ, ഗുളികകളുണ്ടോ, ഇത് മാറുന്ന ഒന്നാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അസ്ഥി തേയ്മാനം, അതേപോലെ സന്നിഗതവാദം ഇങ്ങനെയൊക്കെ പറയുന്നതിന് എല്ലാവരുടെയും ധാരണ ആയുർവേദത്തിൽ ഇതിന് ഓയിലുണ്ട്, ആയുർവേദത്തിൽ തൈലങ്ങൾ തേയ്മാനത്തിന് വേണ്ടി മാത്രമായിട്ടുണ്ട് എന്നൊക്കെയുള്ള ഒരു പ്രത്യാശയോട് കൂടിയിട്ടാണ് ഓരോ ആൾക്കാരും ഓടി നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ തേയ്മാനം വരുന്നതിന് മുമ്പ് ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മളത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമുക്ക് തേയ്മാനത്തിലോട്ട് എത്തുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രായമായ ആൾക്കാരിലാണ് ഈ തേയ്മാനം കണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് തേയ്മാനം എന്ന് നോക്കാം അല്ലേ. നമുക്കറിയാം ജനലുകൾ, വാതിലുകളൊക്കെ കുറേ നാൾ അടച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതതിന് ഒരു മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം, പിന്നെ ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാലോ. ഇനി എങ്ങനെയാണ് തേയ്മാനം ഉണ്ടാകുന്നത്? നമ്മുടെ രണ്ട് മുട്ടുകൾക്കിടയിൽ ഒരു കാർട്ടിലേജ് കുഷ്യനുണ്ട്. ഈ കാർട്ടിലേജ് കുഷ്യന് വരുന്ന ഡാമേജ് കൊണ്ടാണ് നമുക്ക് തേയ്മാനം അനുഭവപ്പെട്ടു എന്ന് പറയാം കേട്ടോ. അത് ദ്രവിച്ചു പോകാം, ഇല്ലെങ്കിൽ അതിന് വരുന്ന ചെറിയ ചെറിയ ഡാമേജസ്, അത് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ചെറിയ പെയിൻ ആയിരിക്കാം, ചിലപ്പോൾ പല രീതിയിലുള്ള ഇൻഫ്ലമേഷൻസ് ആവാം, കാലക്രമേണ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ കാർട്ടിലേജ് കുഷ്യന് ദ്രവിക്കുന്ന സമയത്ത്, ഡാമേജ് വരുന്ന സമയത്ത് നമുക്കത് എങ്ങനെ മനസ്സിലാക്കാം? നമ്മളിപ്പോൾ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് നമ്മുടെ മുട്ടിനകത്തുനിന്ന് ചെറിയ സൗണ്ടുകൾ കേൾക്കാറില്ലേ? മുട്ടിനകത്തുനിന്ന് കേൾക്കാറുണ്ട്, ചിലപ്പോൾ ബാക്ക് നടുവെന്ന് കേൾക്കാറുണ്ട്, ചിലപ്പോൾ തലയുടെ സൈഡിൽ നിന്ന് കേൾക്കാറുണ്ട് അല്ലേ. അപ്പം എന്താ പറയുക, നമ്മൾ ഇതെന്തുകൊണ്ടാണ് എങ്ങനെ ഒച്ച കേൾക്കുന്നത്, എനിക്ക് തേയ്മാനമാണെന്ന് തോന്നുന്നു എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് സ്റ്റെപ്പ് കയറുന്ന സമയത്ത് ഞൊട്ടയിടുന്നത് പോലെ എന്ത് ചെയ്യാം? ആദ്യമൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ചെറിയ രീതിയിലായിരിക്കാം, പിന്നെ പിന്നെ നമ്മൾ കാലെടുത്ത് വെക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ സൗണ്ട് കേട്ടുകൊണ്ടേയിരിക്കും. ഇങ്ങനെ വരുമ്പോൾ എല്ലുകൾ തമ്മിൽ ഫ്രിക്ഷൻ സംഭവിച്ചിട്ട് എന്ത് ചെയ്യും? നല്ല നീർക്കെട്ട് വരും, നമുക്ക് നല്ല പെയിനായിരിക്കും, മസിൽ പെയിൻസ് വരും. പ്രായാധിക്യം കൂടുന്നതിനനുസരിച്ച് ഇത് കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഇൻഫ്ലമേഷനിൽ മാറ്റുക എന്നുള്ളതാണ്. നീർക്കെട്ടുകൾ വരാറുണ്ട്, അപ്പോൾ നീർക്കെട്ടിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ആണ് ആദ്യം കഴിക്കേണ്ടത്. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓവർ വെയ്റ്റിലോട്ട് പോവാതിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് വണ്ണം അധികമായിട്ട് വരുമ്പോൾ നമ്മുടെ ബോഡി വെയ്റ്റ് മൊത്തത്തിൽ താങ്ങിക്കൊണ്ട് നടക്കുന്നത് നമ്മുടെ മുട്ടുകളാണല്ലോ. നമ്മുടെ ശരീരത്തെ നേരെ നിർത്തുന്നതും വെയിറ്റ് താങ്ങുന്നതും നട്ടെല്ലാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റും ഭാരവും ഒക്കെ വരുന്നത് നമ്മുടെ മുട്ടുകളിലേക്ക് തന്നെയാണ്. അപ്പോൾ അമിത ഭാരത്തെ കുറേ ഇങ്ങനെ ഏന്തി വലിഞ്ഞ് കുറേ നാൾ നടന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യും? ഈ കാർട്ടിലേജിൽ ചെറിയ രീതിയിലുള്ള ഡാമേജസുകൾ വരും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അമിതവണ്ണത്തിലേക്ക് പോവാതിരിക്കുക. അതേപോലെ നമ്മുടെ കഴിക്കുന്ന നമ്മുടെ ആഹാര രീതി ഒന്ന് ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം പഞ്ചഭൂതങ്ങൾ, ത്രിദോഷങ്ങൾ ഇതൊക്കെ കണക്ട് ചെയ്തിട്ടാണ് പല രോഗങ്ങളും നമ്മളെ പിടിപെടുന്നത്. 7 ധാതുക്കൾ, 3 ദോഷങ്ങൾ, 3 മലങ്ങൾ ഇതൊക്കെ കൂടി ചേരുന്നതാണ് നമ്മുടെ ഒരു മനുഷ്യ ശരീരം എന്ന് പറയുന്നത് തന്നെ അല്ലേ. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് എന്ന് നമുക്ക് പറയാം. ഈ പഞ്ചഭൂതങ്ങൾക്ക് വരുന്ന ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ചിട്ടാണ് ഒരു മനുഷ്യ ശരീരത്തിന് അസുഖങ്ങൾ ബാധിക്കുന്നത്. ഇതൊക്കെ നമ്മൾ മുമ്പുള്ള ക്ലാസ്സുകളിൽ പഠിച്ചതാണ്, എന്നാലും ഒന്നുകൂടി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ് കേട്ടോ. നിങ്ങളുടെ ഉള്ളിലേക്ക് കുറച്ചും കൂടി ആഴത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെറിയ ചെറിയ വ്യായാമങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം. ഒരസുഖം വന്നു കഴിഞ്ഞിട്ട് ചെയ്യുകയല്ല വേണ്ടത്, വരുന്നേക്കാൾ മുമ്പേ വ്യായാമത്തിന് നമ്മൾ വലിയ രീതിയിലുള്ള ഒരു മുൻതൂക്കം തന്നെ കൊടുക്കണം. എള്ള്, നെല്ലിക്ക, അതേപോലെ കാൽസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്കറിയാം. നമ്മൾ കേട്ടിട്ടുണ്ട് നത്തോലി ഒരു ചെറിയ മീനല്ല എന്നുള്ളത് അല്ലേ. അങ്ങനെയുള്ള ചെറിയ മീനുകൾ, അപ്പോൾ നത്തോലി ചെറിയ മീൻ തന്നെയാണ്, ചെറിയ മീനുകൾ കഴിക്കുക. ഇതിലൊക്കെ കാൽസ്യം കണ്ടിട്ട് വളരെ നല്ല രീതിയിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡുകൾ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക. അതേപോലെ മോര്, സംഭാരം,
തൈരും മോരും തമ്മിൽ മാറിപ്പോകരുത്. നിങ്ങൾക്കൊക്കെ അറിയാലോ എന്താണ് തൈരെന്നറിയാം, എന്താണ് മോരെന്നറിയാം. അപ്പോൾ മോര് കാച്ചി കുടിക്കുക. അതേപോലെ തന്നെ നല്ല പശുവിൻ്റെ നെയ്യ് എടുത്തിട്ട് രാവിലെയും വൈകിട്ടുമായിട്ട് കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് നമുക്ക് അത് കഴിക്കാം. കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് എന്ന് പറഞ്ഞത് ഉഷ്ണകാലത്താണെന്നുണ്ടെങ്കിൽ നമുക്കത് വൈകുന്നേരം ഡിന്നറിനൊപ്പം, ഇനി ഉഷ്ണമല്ല നല്ല തണുപ്പുള്ള കാലത്താണെങ്കിൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ഈ നെയ്യ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഒന്നുകൂടി പറയാണ്, തണുപ്പ് കാലത്ത് രാവിലെയും ഇനി ഉഷ്ണകാലത്ത് ഡിന്നറിനൊപ്പം വൈകിട്ടുമാണ് പശുവിൻ്റെ നെയ്യ് നമ്മൾ കഴിക്കേണ്ടത്. ഒരു ചെറിയ ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ടിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഭക്ഷണം മാക്സിമം നമ്മൾ ഒഴിവാക്കുക. നമുക്കറിയാം ഒരു ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെനോപോസിനോടനുബന്ധിച്ച് നമ്മുടെ ശരീരത്തിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത്? ഈസ്ട്രജൻ്റെ അളവ് കുറയുകയാണ്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് തേയ്മാനങ്ങൾ കണ്ടുവരാറുണ്ട്. അതേപോലെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരു കാരണവശാലും ഉറക്കം കളയരുത്. എന്താണെന്ന് വെച്ചാൽ ഉറക്കം നഷ്ടപ്പെടുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യും? ശരീരത്തിൽ വാദം വർദ്ധിക്കും. ഇങ്ങനെ വാദം വർദ്ധിക്കുമ്പോഴാണ് പല വേദനകളും നമുക്ക് അനുഭവപ്പെടുന്നത്. തണുപ്പ് കൂടുമ്പോഴാണല്ലോ വാദം വർദ്ധിക്കുക അല്ലേ? അതേപോലെ ദേഷ്യം കൂടിയാൽ, സങ്കടം കൂടിയാൽ ഒക്കെ നമുക്ക് വാദം വർദ്ധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ വളരെ ബുദ്ധിപരമായിട്ട് തന്നെ മാറുക. പകൽ ഉറങ്ങാതിരിക്കുക, മണ്ണിനടിയിൽ ഉണ്ടാകുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കാതിരിക്കുക. ക്യാരറ്റ് കഴിക്കാം, പേരയ്ക്ക കഴിക്കാം, ചെറുപയർ കഴിക്കാം, മാതള നാരങ്ങ കഴിക്കാം. ഇനി നമുക്ക് ആയുർവേദത്തിൽ ഇതിന് പറ്റുന്ന കുറച്ച് അരിഷ്ടങ്ങളുണ്ട്. അതേതാണെന്ന് നോക്കാം. ബലാരിഷ്ടം കഴിക്കാം, ദശമൂലാരിഷ്ടം കഴിക്കാം. ഇനി ബലാരിഷ്ടത്തിൻ്റെ കൂടെ പഞ്ചകോലാസവം ചേർത്തിട്ട് കഴിക്കാം. അപ്പോൾ നമുക്ക് ഇനി വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹോം റെമഡി പറയാം. ഇതിന് നമ്മളൊരു പാനക ചൂർണം എന്നൊക്കെ പറയാറുണ്ട്. ഇത് നമുക്ക് വെള്ളത്തിൽ അരച്ചിട്ട് കുടിക്കാം. ഇനി നമുക്ക് സമയമൊന്നും ഇല്ലെങ്കിലോ ഈ പറയുന്ന മെഡിസിൻ എല്ലാം കൂടെ ഉണക്കി പൊടിച്ച് വെച്ചിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കാം, പാലിൽ മിക്സ് ചെയ്ത് കഴിക്കാം, നമ്മുടെ സൗകര്യം പോലെ കഴിക്കാം. അതിന് നമുക്ക് വേണ്ടത് പേരയില 4 എണ്ണം, അതേപോലെ ചെറുനാരങ്ങയില, ഇനി നല്ല ജീരകം, ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചിട്ട് എന്ത് ചെയ്യണം? ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് നമുക്ക് രാവിലെ കഴിക്കാം. നമ്മൾ കഴിക്കേണ്ടത് വെറും വയറ്റിലാണ് കേട്ടോ. വെറും വയറ്റിൽ കഴിച്ചാൽ ഈ പറയുന്ന തേയ്മാനം നമുക്ക് വരാതിരിക്കാതെയും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടാതിരിക്കാതെയും നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇനി ഈ പറയുന്ന ഇലകൾ ചെറുനാരങ്ങ, പേരയുടെ ഇല എല്ലാം നമുക്ക് ഉണങ്ങി പൊടിച്ചിട്ട് വെക്കാം. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലിട്ടിട്ട് ജീരകം കൂടി പൊടിച്ച് വെക്കാം. എന്നിട്ട് നമ്മുടെ സമയത്തിനനുസരിച്ച് നമ്മളിപ്പോൾ ജോലിക്ക് ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ രാവിലെ വന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമുക്ക് പാലിൽ തിളപ്പിച്ചിട്ടൊക്കെ കുടിക്കാം. ഇനി ഈ വേദനയുള്ള സമയത്ത് നമുക്ക് മുറിവെണ്ണ തേച്ച് കൊടുക്കാം, കർപ്പൂരാതി തേച്ച് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് പുറമെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ജിഞ്ചിലി ഓയിൽ, കടുകെണ്ണ, ഇതൊക്കെ നല്ല റിസൾട്ട് തരുന്ന ഓയിലുകളാണ്. എപ്പോഴും നമ്മൾ തവിടോട് കൂടിയിട്ടുള്ള ധാന്യങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. അതേപോലെ സൺലൈറ്റ് ഈ വേദനയുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ നമുക്ക് തേയ്മാനം എന്ന് തോന്നുന്ന സ്ഥലത്ത് സൂര്യപ്രകാശം കൊള്ളിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളല്ലേ. അശ്വഗന്ധാരിഷ്ടം കഴിക്കാം, പുനർനവാസവം കഴിക്കാം, അഷ്ടവർഗം കഴിക്കാം, സകലരാതി കഷായം കഴിക്കാം, പുനർനവാതി കഷായം കഴിക്കാം, രാസനരണ്ടാതി കഷായം കഴിക്കാം. അങ്ങനെ നമ്മുടെ അവസ്ഥകൾക്കനുസരിച്ചിട്ട്, അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, ശരീരപ്രകൃതിക്ക് അനുസരിച്ച് നമുക്ക് ഒരു എത്ര നാളായി ഈ വേദന വന്നിട്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ഈ മെഡിസിനൊക്കെ കഴിക്കേണ്ടത്. ദശമൂല കഷായം, അപ്പം ഇങ്ങനെയുള്ള കഷായങ്ങളോ അരിഷ്ടങ്ങളോ ഒക്കെ കഴിക്കാം. ഇനി നമുക്കറിയാം കഷായം കഴിക്കുമ്പോൾ അതിന് മേമ്പൊടി ചേർക്കാറുണ്ട്. കൈശോര ഗുൽഗുലു, യോഗരാജ ഗുൽഗുലു, അതേപോലെ ത്രിഫല ഗുൽഗുലു, ഇങ്ങനെയൊക്കെ വരുന്ന ടാബ്ലറ്റ്സുകൾ ഗുളികകൾ നമുക്ക് മേമ്പൊടിയായിട്ടും ചേർത്ത് കഴിക്കാം. അപ്പം മിക്കരും ഫേസ് ചെയ്യുന്നതാണ്, മിക്കർക്കും ഉള്ള ഒരു രോഗം തന്നെയാണ് ഈ തേയ്മാനം എന്ന് പറയുന്നത്. ഇത് അത്ര സീരിയസ് ആയിട്ട് എടുക്കണോ എന്ന് ചോദിച്ചാൽ എടുക്കണം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ പല അസുഖങ്ങൾക്കും നമുക്ക് വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അത് കൂടാതെയും അത് എന്നേക്കുമായിട്ട് മാറ്റി നിർത്താനും നമുക്ക് സാധിക്കും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ദിനചര്യകൾ വരുന്ന മാറ്റങ്ങൾ, നമ്മുടെ ഫുഡ് മെനുവിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ചെറിയ വ്യായാമങ്ങൾ, ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുവെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക.